ഹായ് ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം അച്ചു. ലൈഫ് വിത്ത് ലവ് അച്ചു എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യമായിട്ടാണ് ബിഗ് ബോസിനെ പറ്റി ഒരു വീഡിയോ ചെയ്യുന്നത്. അതിൻ്റേതായ പോരായ്മകളെല്ലാം ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോ കണ്ട ശേഷം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. കൂടാതെ തന്നെ ഈ ബിഗ് ബോസ് സീസൺ 7 നമ്മൾ കാണുന്ന ഓരോരുത്തർക്കും അവരവരുടേതായ അഭിപ്രായങ്ങളുണ്ടാവും. ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഇവിടെ പറയുന്നത്. പോരാത്തതിന് ഈ വീഡിയോ ആർക്കും വ്യക്തിപരമായി ഹേർട്ട് ചെയ്യാൻ കണക്കിനല്ല ഞാൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്ന ക്ഷമാപണവുമായാണ് ഞാൻ എൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിഗ് ബോസ് സീസൺ 7 നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ലാലേട്ടൻ്റെ പ്രൊമോയിൽ പറയുന്നത് പോലെ 7ൻ്റെ പണി. സ്റ്റാർട്ടിങ്ങിൽ തന്നെ എല്ലാവർക്കും ഓരോ പണി കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ എന്നാലും ഇത് അങ്ങോട്ട് എക്സ്പെക്ട് ചെയ്തിരുന്നു. പക്ഷേ ഇത് വളരെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ജസ്റ്റ് ഒരു ഡൾ പോലെ ആയതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ഇപ്പോൾ അതായത് ആദ്യത്തെ എപ്പിസോഡിനെ ബേസ് ചെയ്ത് 5ാമത്തെ എപ്പിസോഡിലെത്തിയപ്പോഴത്തേക്കും വളരെ മുന്നേറ്റമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? നമ്മുടെ ലാലേട്ടൻ്റെ സാറ്റർഡേ സൺഡേ എപ്പിസോഡിൽ തീർച്ചയായിട്ടും ഗ്രൂപ്പിസത്തിനെ പറ്റിയും ഒറ്റപ്പെട്ട് നിന്ന് കളിക്കുന്നതിനെ പറ്റിയും മാനിപ്പുലേറ്റ് ചെയ്യുന്നതിനെ പറ്റിയും ഒക്കെ സംസാര വിഷയം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഗ്രൂപ്പിസത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ബിഗ് ബോസിൽ കയറിയത് തന്നെ ഗ്രൂപ്പായി കളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഗ്രൂപ്പായി നിന്നുകൊണ്ട് പലരെയും പുറത്താക്കിയ ശേഷം ഈ ഗ്രൂപ്പിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കുതുകാല് വെട്ടുക എന്നുള്ള രീതിയിലോട്ട് മാറാനാണ് എന്ന് പൊതുവായിട്ട് എനിക്ക് ഇത്രയും എപ്പിസോഡുകൾ കണ്ടതിൽ നിന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ പലരും ഒറ്റപ്പെട്ട് നിന്ന് കളിക്കുന്നു എന്നുള്ളൊരു സ്ട്രാറ്റജി മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ക്യൂട്ട്നെസ് ഒരുപാട് വാരി വിതറുന്നതായിട്ട് ചില വീഡിയോസ് കണ്ടപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ലൈവിൽ കാണിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് എപ്പിസോഡായിട്ട് കാണിക്കുമ്പോൾ കിട്ടുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. 24/7 ലൈവ് സ്ട്രീമിങ്ങിലുള്ളതിൽ നമുക്ക് 24 അവേഴ്സും എപ്പിസോഡായിട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ബിഗ് ബോസ് എപ്പിസോഡിൽ വരുമ്പോൾ 1.5 മണിക്കൂർ മാക്സിമം ചുരുക്കാൻ പറ്റുന്നത് എല്ലാം ചുരുക്കിക്കൊണ്ട് 1.5 മണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ എന്നുള്ളൊരു എപ്പിസോഡിലോട്ട് മാറി നമ്മളുടെ മുന്നിൽ സ്ട്രീം ആവുന്നത്. അപ്പോൾ നമ്മൾ പലരും കാണുമ്പോൾ ഈ ബിഗ് ബോസ് കണ്ടിരിക്കുമ്പോൾ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഈ 1 മണിക്കൂർ നടക്കുന്ന കാര്യമാണ് ശരിക്കും ബിഗ് ബോസിൽ നടക്കുന്നത് എന്നുള്ളത്. തീർച്ചയായിട്ടും തെറ്റായ ഒരു ധാരണയാണത്. എല്ലാത്തിൽ നിന്നും സോർട്ട് ചെയ്തിട്ട് മെയിനായിട്ട് കൊണ്ടുവരേണ്ട പോയിന്റ്സ് മാത്രമാണ് നമ്മുടെ ബിഗ് ബോസ് നമുക്ക് മുമ്പിലായിട്ട് എപ്പിസോഡ് വഴി നമുക്ക് കാണിച്ചു തരുന്നത്. പിന്നെ ഇതിൽ പറയേണ്ട എനിക്കൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുക കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. വേറെ ഒന്നുമില്ല. ഒന്നാമത്തെ കാര്യം നമ്മുടെ ബിഗ് ബോസിൻ്റെ സൗണ്ട് തന്നെയാണ്. ഒരു കമൻട്രി കൊടുക്കുമ്പോൾ ഒരു കഴിഞ്ഞ 6 സീസണുകളിലും സൗണ്ടിനൊരു ഗാംഭീര്യം ഫീൽ ചെയ്തിട്ടുണ്ട്. അതേ സെയിം സൗണ്ട് ഇപ്പോൾ ഇല്ല എന്നുള്ളൊരു ഫീൽ മാത്രം എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ പോകെ ശരിയാവുമായിരിക്കാം, ചിലപ്പോൾ ആൾ മാറിയിട്ടായിരിക്കാം, ചിലപ്പോൾ സൗണ്ട് ചേഞ്ച് ആയിട്ടുണ്ടായിരിക്കാം, നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ എന്നാലും ഒരു കമൻറ്റ് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് കൊടുക്കാമായിരുന്നു. അപ്പോൾ അതെൻ്റെ അഭിപ്രായം മാത്രമാണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല ഈ അക്ബറാണെന്നുണ്ടെങ്കിലും രേണുസുതി ആണെങ്കിലും അനുമോളാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരുപാട് കണ്ടസ്റ്റൻസ്, എല്ലാവരുടെ പേരെടുത്ത് പറയുന്നില്ല, ഒരുപാട് കണ്ടസ്റ്റൻസ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് സീസൺ 7 എന്ന് പറയുന്നത്. ഈ ബിഗ് ബോസ് സീസൺ 7 കൊടുക്കുന്ന ടാസ്ക് പലതും ഫണ്ണി ആയിട്ട് എടുക്കേണ്ട ടാസ്കുകളാണ്. അതിൽ പലരും പലരെയും വ്യക്തിപരമായി ഹേർട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളത്. എന്നാൽ പോലും അത് പിന്നീട് അവർ ചിന്തിക്കുമ്പോൾ പുറത്ത് എങ്ങനെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് ചിന്തിച്ചിട്ട് പലരും അതിൽ ഡ്രാമാസ് ഡബിൾ സ്റ്റാൻഡ് കളിക്കുന്നത് പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. രേണുസുതി ഒരു വീഡിയോ ചെയ്തിട്ട്, അതായത് ഒരുപാട് വീഡിയോസ് ഫസ്റ്റ് വീക്കിൽ തന്നെ എവിക്ഷൻ്റെ വരും എന്നുള്ളത് പ്രതീക്ഷിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അതിന് റൂൾസ് അത് എഗെയിൻസ്റ്റ് ആണോ എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ എഗെയിൻസ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം കേട്ടോ. ഒരു കാര്യം ചോദിക്കട്ടെ, ഇതുവരെയും കളിച്ച കണ്ടസ്റ്റൻസുകൾ എല്ലാവരും PR വർക്കിന് വേണ്ടി ഒരുപാട് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ചിലപ്പോൾ അവരുടെ കയ്യിൽ അവർ നിലവിൽ പറയുന്നത് പോലെ ചിലപ്പോൾ അവരുടെ കയ്യിൽ PR വർക്കിന് വേണ്ടിയിട്ടുള്ള എമൗണ്ട് കാണത്തില്ല. ചിലപ്പോൾ ഒരു പക്ഷേ അവരിത് പ്ലാൻ ചെയ്ത് ചെയ്യുന്നതായിരിക്കാം. എന്തായാലും ഇവരിവിടെ നിന്ന് കയറിയപ്പോഴേ, അതായത് രേണുസുതി എന്ന് പറയുന്ന സ്ത്രീ ബിഗ് ബോസിലേക്ക് കയറിയപ്പോൾ തന്നെ ഒരുപാട് നെഗറ്റീവുകൾ ഏറ്റുകൊണ്ടാണ് കയറിയത്. ഇപ്പോഴും അവർ നെഗറ്റീവ് തന്നെയാണ് കേൾക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു വിധവാ കാർഡ് വെച്ചുകൊണ്ട് അവർ കളിക്കുന്നു എന്ന് പറയുന്നത്, ഞാൻ ചോദിക്കട്ടെ, ഭർത്താവ് മരിച്ച ഒരു ഭാര്യ മുന്നേറരുത് എന്ന് ചിന്തിക്കുന്ന ഒരു 50% ആളുകളുടെ ഇടയിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ മരിച്ച ഭാര്യയുടെ മാനസികാവസ്ഥ നമുക്ക് പുറമേ നിന്ന് നോക്കുന്ന എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. അപ്പം അവർ ചൂസ് ചെയ്തത് അവരുടെ ഫീൽഡാണ്, അത് അവരുടെ വ്യക്തിപരമായ ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടാൽ മതിയല്ലോ. പലതും യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ എങ്കിൽ പോലും ഇപ്പം സുധിച്ചേട്ടാ ഞാൻ വന്നു എന്നൊരു ഡയലോഗ് കൊണ്ട് അവർ എന്തോരം ട്രോളുകൾ അനുഭവിക്കുന്നു. പക്ഷേ ഇതെല്ലാം നമുക്ക് പോസിറ്റീവായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ പോലും ഒരു സ്ത്രീ എന്ന രീതിയിൽ അവരെ മാനിക്കേണ്ടടുത്ത് പലരും മാനിക്കുന്നില്ല എന്നുള്ളതൊരു സത്യമാണ്. എല്ലാവർക്കും അവരവരുടേതായ ശരികളുണ്ട്. അപ്പോൾ ഞാനിത് എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. പലർക്കും പലരുടേതായ അഭിപ്രായം ഉണ്ടാവും. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. പല രീതികളും യോജിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും അവരെയും സ്ത്രീ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്ത് മാനിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇവിടെ നിന്ന് അവരോടൊന്ന് സംസാരിച്ച് അപ്പുറത്ത് പോയി അപ്പുറത്ത് ഉള്ളവരോടൊന്ന് സംസാരിച്ച് അങ്ങനെ ഗെയിംസ് കളിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം ഇതൊക്കെ നമ്മുടെ ലാലേട്ടൻ ചോദ്യം ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കൂടാതെ തന്നെ ഫണ്ണി ടാസ്കുകൾ കൊടുക്കുമ്പോൾ തന്നെ കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കുകയും കേൾക്കുന്നവർക്ക് വളരെ ഹേർട്ട് ആവുന്ന രീതിയിലോട്ട് നമ്മുടെ ടാസ്കുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ എല്ലാ ടാസ്കുകളും അങ്ങനെയല്ല, ചില ടാസ്കുകളെങ്കിലും
അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ഉദാഹരണം അക്ബർ രേണുവിനെ വിളിച്ച ഒരു വേർഡാണ്. അപ്പം അതുപോലെ പല വേർഡ്സും രേണു തിരിച്ചും പറഞ്ഞിട്ടുണ്ട്, പല വേർഡ്സും. പക്ഷേ പിന്നീടുള്ള രേണുവിൻ്റെ വീഡിയോസൊക്കെ കണ്ട് അതാണിപ്പോൾ നിലവിൽ ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഫണ്ണി ന്യൂസ് ഒന്നും പലരും ഇന്നത്തെ കാലത്ത് ഇടുന്നതായിട്ട് കാണുന്നില്ല. അപ്പം അങ്ങനൊരു വേർഡ് യൂസ് ചെയ്തതിൽ എനിക്ക് അക്ബറിനോട് യോജിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട്. പിന്നെ ഉള്ളത് ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മുടെ ഷാനവാസിക്ക, അതായത് നമ്മുടെ സീരിയലിലേക്ക് സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള രുദ്രൻ എന്ന് പറഞ്ഞാലായിരിക്കും കൂടുതൽ ആൾക്കാർ അറിയുക എന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് രുദ്രൻ എന്ന് പറഞ്ഞായിരുന്നു അറിവുള്ളത്. ഇക്ക പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ ദിവസം നമ്മൾ ഉറങ്ങുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, ആ ഒരു ടാസ്കിൽ അവർക്ക് കൊടുത്ത ഒരു പണിഷ്മെൻറ്റിൽ പുള്ളി ആക്ട് ചെയ്യുകയായിരുന്നു എന്നുള്ളത് പറഞ്ഞിട്ട് പുള്ളി കിടന്നുറങ്ങുന്നു. നമുക്ക് ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഗെയിമാണ്, ഗെയിമിൽ ആര് വിന്നാവണം ആര് തോൽക്കണം എന്നുള്ളത് അവരവരുടെ ഡിസിഷനാണ്. ഇപ്പം എനിക്ക് വിന്നാവണം, കൂടെ നിൽക്കുന്നവർ തീർച്ചയായിട്ടും തോൽപ്പിച്ചേ പറ്റത്തുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഷാനവാസ് ഇക്കാക്ക് അത് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഫസ്റ്റ് ഡേ കഴിഞ്ഞ് സെക്കൻഡ് ഡേ പുള്ളി നല്ല ഉറങ്ങി മറ്റുള്ളവർ രണ്ടുപേരെയും ട്രസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ തന്നെ പറയുന്നുണ്ട്. ഇതിലാരെയും ഞാൻ എടുത്തു പറയാത്തത്, അതായത് പ്രത്യേകമായി എടുത്തു പറയുന്നില്ല, ഞാനിപ്പോൾ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ന്യൂസുകൾ മാത്രമാണ് ഇതിൽ ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെയുള്ളത് ജിസേലിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സിങ്ങിനെ പറ്റി അവിടെ ഒരു സംസാരം ഉണ്ടായി, നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ. പക്ഷേ ഞാൻ അതിലൊരു കാര്യം പറയട്ടെ, അവർ യൂസ് ചെയ്യുന്ന കോസ്റ്റ്യൂംസ് അതിപ്പോൾ TV ഷോയിലായിക്കോട്ടെ, കേരളത്തിലുള്ള ഒരാളല്ല അവർ. അപ്പം കേരളത്തിൻ്റെ അതിൻ്റേതായ കുറേ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാമെങ്കിൽ പോലും ഒരു പക്ഷേ ചിലപ്പോൾ അത് കീപ്പ് ചെയ്യാൻ പറ്റണമെന്നില്ല. തോന്നുന്ന ഡ്രസ്സ് ചിലപ്പോൾ മറ്റൊരാൾക്ക് കാണുമ്പോൾ അത് ഓക്കെയാണ് എന്ന് തോന്നാറില്ല, അല്ലെങ്കിൽ ഓക്കെയാണ് എന്ന് തോന്നത്തില്ല. അത് വ്യക്തിപരമായ ഒരു ഇൻഡിപെൻഡൻസിലോട്ട് നമ്മൾ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. പിന്നെ അതിൽ തന്നെ ഒരു ചായയുടെ കേസ് വന്നിട്ടുണ്ടായിരുന്നു, കടുപ്പം കൂടിയത് കടുപ്പം കുറഞ്ഞത് എന്നുള്ള രീതിയിലൊക്കെ. അതിൽ ജിസേൽ വന്നിട്ട് അനുമോളിനോട് അവിടെ ഒരു ക്ലീശേ ചെറിയൊരു കുട്ടി വഴക്കൊന്നൊന്നും പറയാൻ പറ്റത്തില്ല, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ സംസാരം. പക്ഷേ നമ്മൾ ഗെയിം ഷോയിലാവുമ്പോൾ നമ്മളതൊരു വഴക്ക് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യും. അപ്പോൾ ആ ഒരു വഴക്ക് എന്നതിൽ പിന്നീട് ജിസേൽ വന്നിട്ട് അനുമോൾ ജിസേലിനോട് സംസാരിച്ച രീതി വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരും നല്ലൊരു പ്ലെയേഴ്സാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിലും പല ആളുകളും മാനിപ്പുലേറ്റ് ചെയ്ത് പല രീതിയിലും വഴക്കുണ്ടാക്കാനും ഗെയിമിൽ നിന്ന് പുറത്താക്കിക്കാനുള്ള കാര്യങ്ങളും ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും സ്റ്റാർട്ടിങ്ങിൽ അവരുടെ പ്രോബ്ലംസ് കോംപ്രമൈസ് ചെയ്യാനായിട്ടാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ അനീഷ് എന്ന് പറയുന്ന കോമണർ, പുള്ളി നല്ല ഫണ്ണാണ്, പക്ഷേ ചില കാര്യങ്ങളിൽ ഒരു ഓവർ ഷോ കാണിക്കുന്നത് പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും പുള്ളി പറയുന്ന ചില കാര്യങ്ങൾ, ഉറച്ചു നിൽക്കുന്ന ചില കാര്യങ്ങൾ അത് അക്സെപ്റ്റബിളാണ്. കാര്യം ഇപ്പം ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ എന്നോട് പറഞ്ഞാലേ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ എന്ന് പറയുന്നത് തെറ്റാണ്. അതേസമയം ഞാൻ കേൾക്കുന്നൊരു കാര്യം, നമ്മുടെ അനീഷ് ഏട്ടൻ കുറച്ച് ക്യാപ്റ്റൻ എന്ന രീതിയിൽ പുള്ളി കേട്ടതാണല്ലോ, അപ്പോൾ ആ പുള്ളിയുടെ പേരും കൂടെ പറയാമായിരുന്നു എന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിൽ വ്യക്തിപരമായിട്ട് എടുത്ത് പറയേണ്ട ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിവിൻ ഭയങ്കര കോമഡിയാണ്. ചില ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, ബിഗ് ബോസ് ഞാൻ അത് ചെയ്തു, ബിഗ് ബോസ് ഞാൻ ഇത് ചെയ്തു എന്ന് പറയുന്നത് ചിലപ്പോൾ അതൊരു ടാസ്ക് ആയിരിക്കാം, ആരും അറിയാതെ കൊടുത്തൊരു ടാസ്ക് ആയിരിക്കാം, ചിലപ്പോൾ പുള്ളി വ്യക്തിപരമായിട്ട് അത് ചെയ്യുന്നതായിരിക്കാം. എന്താണെങ്കിലും നമുക്ക് നമ്മുടെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ അറിയാൻ പറ്റത്തുള്ളൂ. ഇനിയുള്ള എപ്പിസോഡുകളിൽ വളരെ വളരെ എല്ലാവരും ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇതുവരെ വന്നതിൽ അപേക്ഷിച്ച് ഇനിയും ഒരുപാട് ഏഴിൻ്റെ പണികൾ എല്ലാവർക്കും കിട്ടുമെന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കിട്ടിയതെല്ലാം നല്ല നല്ല പണികൾ തന്നെയാണ്, ഇനിയും കിട്ടട്ടെ നല്ല നല്ല പണികൾ. അതുപോലെ തന്നെ ഗെയിം നമുക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു TV ഷോ ആയിട്ട് ബിഗ് ബോസ് മാറട്ടെ. ബിഗ് ബോസ് സീസൺ 7 ഞാൻ കാണുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ കൂടെയുള്ള പലരും ഈ ഷോ കാണത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയത്തില്ല. ചിലർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഈ ഷോ കാണുന്നത് എന്നുള്ളത്. ഞാൻ ഈ ഷോ കാണുന്നത് ചില ആളുകളുടെ ഡബിൾ സ്റ്റാൻഡ് മനസ്സിലാക്കാനും, ഒരു പ്രോബ്ലം വരുമ്പോൾ അവരെങ്ങനെ ഫേസ് ചെയ്യുന്നു, ആരൊക്കെ എങ്ങനെയൊക്കെയാണ് ഫേസ് ചെയ്യുന്നത്, അതിന് എങ്ങനെയൊക്കെ ഫേസ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യാം എന്നുള്ളൊരു രീതിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ TV ഷോ കാണുന്നത്. കൂടാതെ തന്നെ പല ആൾക്കാരും നമ്മൾ പല രീതിയിലും നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. ഇപ്പോൾ എന്നെ ഓൺലൈൻ കാണുന്ന ഒരു ഫേസ് ആയിരിക്കത്തില്ല ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ. ഒരാൾക്ക് തന്നെ 2 ഫേസ് അല്ലെങ്കിൽ നമ്മൾ കാണുന്നത് മാത്രമല്ല സത്യം ഇന്ന് വെളിപ്പെടുത്തി തരുന്ന ഒരു TV ഷോയാണ് ബിഗ് ബോസ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ എനിക്കതുകൊണ്ട് അത് കാണാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്. കഴിഞ്ഞ 6 സീസണുകളിലും കണ്ടിന്യൂസ് ആയിട്ട് ഞാനൊരു സീസൺ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ സീസണാണ് കേട്ടോ. പക്ഷേ അതിന് മുന്നത്തെ സീസൺ, അതായത് അതിന് മുന്നേ ഉള്ള 5 സീസണുകളും കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ എപ്പിസോഡും കാണുന്നില്ലെങ്കിൽ പോലും ഇടയ്ക്കും തലയ്ക്കും ഞാൻ എപ്പിസോഡുകൾ കാണുമായിരുന്നു. അതുപോലെ വീക്ക്ലി എപ്പിസോഡും മുടങ്ങാതെ കാണുമായിരുന്നു. നമുക്കതിൽ നിന്ന് എടുക്കാനുമുണ്ട്, നമുക്കതിൽ നിന്ന് ഒഴിവാക്കാനുമുണ്ട്. അതായത് ഒരു കാര്യം നമ്മൾ കേൾക്കുമ്പോഴോ കാണുമ്പോഴോ അറിയുമ്പോഴോ നമുക്കതിൽ നിന്നും ഓരോന്നും പഠിക്കാനുണ്ടാവും എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ. ആ ഒരു TV ഷോയിൽ നിന്നും എനിക്ക് കിട്ടുന്നത് കുറച്ച് നല്ല കാര്യങ്ങൾ നമുക്ക് എടുക്കാം, കുറച്ച് മോശ കാര്യങ്ങൾ ഒഴിവാക്കാം എന്നുള്ള കുറേ കാര്യങ്ങളാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ അത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ കഴിയുന്ന അത്രയും ഡേയ്സ് ഒരാൾ ഫോൺ യൂസ് ചെയ്യാതെ ജീവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. വേറൊന്നുമില്ല, എൻ്റർടൈൻമെൻറ്റൊക്കെ ഉണ്ട്, ശരി തന്നെയാണ്. നമ്മളുടെ ഇന്നത്തെ കാലത്ത് ഫോൺ ഒഴിച്ചുകൂടാത്തൊരു സംഭവം യാതൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ഇന്നത്തെ കാലത്ത് അത് വലിയൊരു ടാസ്ക് തന്നെയാണ്. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു എൻജോയ്മെൻ്റായിട്ട് എടുത്തുകൊണ്ട് മെൻ്റൽ സ്ട്രെസ്സും ഒക്കെ അതിജീവിച്ചുകൊണ്ട് അവർ അത്രയും ദിവസം അവിടെ നിൽക്കുന്നതെങ്കിൽ അത് അവരുടെ കഴിവ് തന്നെയാണ്.
കൂടാതെ കൂടെ നിൽക്കുന്ന അവരുടെ ഫുൾ ആയിട്ടുള്ള ടീമിൻ്റെ ഒരു സപ്പോർട്ട് കൊണ്ടും കൂടിയാണ്. അതുകൊണ്ട് എനിക്ക് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ കാണാനായിട്ട് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ. നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നി. എല്ലാവരോടും വ്യക്തിപരമായിട്ട് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോയിൽ ഈ ഒരു കാര്യം കൂടി ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക.